മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. മായമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ്. നിങ്ങൾ കയ്യിൽ കൊക്കക്കോളേൻ്റെ കുഞ്ഞ് ക്യാൻ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, അത് കുടിക്കണമെന്ന് വിചാരിക്കരുത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഷോർട്സിലും കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇത് ഒരു ക്ലീനറിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കൊക്കക്കോള നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിൻ്റെ അലുമിനിയം പാർട്സ് എല്ലാം അതിനകത്ത് ലയിച്ച് പോയിട്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ കൊക്കക്കോള നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വർക്കിംഗ് സ്പേസിലോട്ട് പോയിട്ട് വന്നാലോ. വർക്കിംഗ് സ്പേസിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ. എല്ലാവരും ഓടിപ്പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നേരെ പോയാലോ. മച്ചന്മാരെ ഇതാണ് നമ്മളപ്പം കൊക്കക്കോള എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ കോട്ടിങ് ഉണ്ടല്ലോ, ഈ ചുമന്ന് കാണുന്ന ഈ കോട്ടിങ്, ഇത് മുഴുവൻ നമ്മളൊരു സാൻഡ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇത് മുഴുവൻ നമുക്ക് ചിരണ്ടി കളയണം. എന്നാൽ മാത്രമേ നമ്മുടെ പരീക്ഷണം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ മുറിച്ചെടുത്ത് മച്ചന്മാരെ ഇതാണ് നമ്മുടെ കൊക്കക്കോളേൻ്റെ ബോട്ടിൽ. നമ്മളതിന് പുറത്ത് ചുമന്ന് ഇത് എല്ലാം കളഞ്ഞ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പേപ്പർ പിടിച്ചിട്ട് നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ നമ്മളൊരു ബോട്ടിൽ നിറച്ചും പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഡ്രെയിൻ ക്ലീനറാണ് വേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഡ്രെയിൻ ക്ലീനർ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് വെറും 20 രൂപയുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ അതായത് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നേരെയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഡ്രെയിൻ ക്ലീനർ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇത് പൊട്ടിച്ചിട്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഈ ക്യാൻ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മച്ചന്മാരെ നമ്മൾ നമ്മുടെ ഡ്രെയിൻ ക്ലീനർ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യെ ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കയ്യിലൊന്നും ആകരുത്. കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രശ്നമാണ്. യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗവൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. അതേമാതിരി നമ്മൾ ഡ്രെയിൻ ക്ലീനർ മൊത്തം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതിനകത്ത് വെക്കാനായിട്ട്. നമ്മൾ ചമ്മൽ ഓപ്പൺ ചെയ്തു. കാണുന്നുണ്ടല്ലോ, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ഇതിനകത്ത് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പയ്യെ ഇതിനകത്തൊരു കമ്പീൻ്റെ പീസ് ഇട്ട് അതിനകത്ത് ഗൈസ് നമ്മൾ പയ്യെ ഇറക്കി വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ നിങ്ങൾക്ക് എന്തൊക്കെയോ പുകയൊക്കെ വരുന്നതാണ്. അതിനകത്ത് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തുകൊണ്ട് കാണിച്ചിരുന്നത് ഇതുണ്ടോ, അത് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ അപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൽ ഇപ്പോഴും റിയാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. മച്ചന്മാരെ നമ്മൾ പയ്യെ പൊന്തിക്കാൻ പോവാണ്. അടിപൊളി. പയ്യെ പിടിച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ നല്ല ചൂടൊക്കെ ഉണ്ട് ഇതിന്. അപ്പം പയ്യെ മാറ്റി വെക്കാം. കണ്ടോ ഗൈസ്, നല്ല ആവിയൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴും ഇതിനകത്തുനിന്ന്. ഉണ്ടോ മച്ചന്മാരെ നമ്മളെ കൊക്കക്കോള ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഉണ്ടോ ഗൈസ്, വളരെ നല്ല വ്യക്തമായിട്ട് കാണുന്നു.
അപ്പോൾ മച്ചന്മാരെ ഇതാ നമ്മുടെ അപ്പം ആ പുറത്തുള്ള അലുമിനിയത്തിൻ്റെ കോട്ടിങ് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതാ ഒരു പ്ലാസ്റ്റിക് പോലെ ഇതായിട്ടുണ്ട്. മച്ചന്മാരെ ഇതേ കണ്ട. മച്ചന്മാരെ ഇതാ നമ്മൾ പയ്യെ ഇതിനകത്തോട്ട് ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. ഭാഗ്യം പൊട്ടിയില്ല. ഇതാ ഗൈസ്, ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ് വേണ്ട. അപ്പം നീ കോള നിറച്ചേക്കുന്നത് അങ്ങനെ അലുമിനിയം ആ പുറത്ത് കോട്ടിങ് പുറത്ത് അകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും നമ്മുടെ കോള നിറച്ചേക്കുന്നത്. ഇതാ നമ്മുടെ കോളതായത് ഇത് നമ്മുടെ അലുമിനിയം ഫോയിൽ. അപ്പം മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ എ ബി, ദിസ് ഈസ് ഐ ആം എ ബി. ബൈ ബൈ.